പശ്ചിമബംഗാളിലെ കോൺഗ്രസുമായുള്ള സഹകരണത്തിന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റിയുടെ പച്ചക്കൊടി. തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താനും ബിജെപിയെ ഒറ്റപ്പെടുത്താനും ജനാധിപത്യ ശക്തികളുടെ സഹകരണം തേടാനും സിപിഐഎം തീരുമാനിച്ചു. എന്നാൽ കോൺഗ്രസുമായി മുന്നണി സഖ്യത്തിൽ സിപിഐഎം ബംഗാളിൽ ഏർപ്പെടില്ല. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്നതിനും ബിജെപിയെ ഒറ്റപ്പെടുത്തുന്നതിനും ജനാധിപത്യ ശക്തികളുടെ സഹകരണം തേടാനാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ജനാധിപത്യ ശക്തികളിൽ കോൺഗ്രസ് ഉൾപ്പെടുമോ എന്ന ചോദ്യത്തിന് സീതാറാം യെച്ചൂരിയുടെ മറുപടി ഇതായിരുന്നു. We have said all the democratic forces, that is all those who believe in the democratic values and systems that are enshrined in our Republican Constitution. We discussed that issue and it's on the basis of that discussion that we come to this conclusion. So the obvious answer to your question is that having considered that aspect, after that we have come to this conclusion. ജനാധിപത്യ ശക്തികളുമായുള്ള സഹകരണത്തെക്കുറിച്ച് സിപിഎം സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ആദ്യം ചർച്ച ചെയ്യും. തുടർന്ന് ഇടതുമുന്നണിയും പിബിയും ഇക്കാര്യം പരിഗണിക്കും. ബംഗാളിലെ കോൺഗ്രസുമായുള്ള ബന്ധം കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ബാധിക്കില്ലെന്നും സീതാറാം വ്യക്തമാക്കി. കേരളത്തിൽ നിന്നുള്ള സിപിഎം നേതാക്കൾ കൂടി പങ്കെടുത്ത കേന്ദ്ര കമ്മിറ്റിയുടേതാണ് തീരുമാനമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബംഗാളിലെ കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് VS അച്യുതാനന്ദൻ പാർട്ടിക്ക് കുറിപ്പ് നൽകിയ കാര്യവും സീതാറാം യെച്ചൂരി സ്ഥിരീകരിച്ചു. Comrade VS Achyutanandan is today one of the two senior most members of our party. Of the 32 who walked out of the National Council of the CPI, 2 are alive. One of them is Comrade VS Achyutanandan. He has given his opinion. He has given his opinion in writing that is being circulated in the Central Committee. He was present. He was asked whether he wants to speak on it. He said, no, what I have to say is there in that letter. We circulated. കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം പശ്ചിമബംഗാൾ സിപിഎം നേതൃത്വത്തിന് ആശ്വാസകരമാണ്. ബി ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി.